ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വിസ്മിക്ക് ചിലവട്ടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള വളരെ വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനിടെ ഇവിടെ 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ നേന്ത്രപ്പഴം നമുക്ക് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം, കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഇതുപോലെ തോലൊക്കെ കറുത്ത് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം ആണെങ്കിലും കളയേണ്ട ആവശ്യമില്ല. നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ നേന്ത്രപ്പഴവും ക്യാരറ്റും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ നേന്ത്രപ്പഴം വട്ടത്തിൽ കനം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. പെട്ടെന്ന് കുക്കായി കിട്ടാനാണ് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല പഴുത്തിങ്ങനെ ഇതായിട്ടുള്ള പഴം ഉണ്ടല്ലോ, അങ്ങനത്തെ പഴവും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ഒരു കനത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള 2 പഴം കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഞാൻ 3 പഴവും ഇവിടെ കട്ട് ചെയ്തെടുത്തത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു ചെറിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തോലെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ ഈ നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ചെറിയ ആ ഒരു ഹോളിൽ വെച്ചിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് വണ്ണത്തിൽ വേണ്ട, കനം കുറച്ച് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിവിടെ മുഴുവനും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇതുപോലെ ഒരു പാൻ എടുപ്പത്ത് വെക്കുക. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഫ്രിഡ്ജിലുള്ള തേങ്ങയാണെങ്കിൽ ഒന്ന് പുറത്തൊക്കെ വെച്ചിട്ട് തണുപ്പ് മാറ്റിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് ഞാനൊരു 10 കാഷ്യൂനട്ട് നല്ല ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ്. അതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടുതൽ പഞ്ചസാര ചേർക്കണ്ട, 1 ടീസ്പൂൺ ചേർത്താൽ മതി. എന്നിട്ട് ഇത് നമുക്ക് ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേപോലെ തന്നെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ നെയ്യുടെ ഒന്നും ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴം ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ഇങ്ങനെ മൂത്ത് ചോന്ന് അങ്ങനെ വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതേപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉടച്ചൊക്കെ എടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് പഞ്ചസാരയാണ്. പഞ്ചസാര നമുക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്താ പറയുക, പഴം അത്യാവശ്യം നല്ല മധുരമുള്ള പഴമാണെങ്കിൽ പഞ്ചസാരയുടെ അളവിന് മാറ്റം വരുത്താം കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് പഞ്ചസാരയും കൂടി ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പാലാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിൽ 1 കപ്പ് പാലാണ്. തിളപ്പിക്കുകയും ചെയ്യാത്ത സാധാരണ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇതിങ്ങനെ മിക്സ് ആക്കോളം വെച്ചിട്ട് പിന്നെ ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കണം. അപ്പോൾ അടച്ചു വെക്കുമ്പോൾ ഇത് അങ്ങനെ തന്നെ അടച്ചിട്ട് വിടരുത്. ഒരു 3-4 പ്രാവശ്യമൊക്കെ ഇതൊന്ന് തുറന്ന് നോക്കി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, അപ്പോൾ ഞാനിത് 2-3 പ്രാവശ്യം ഇത് തുറന്ന് നോക്കി ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉടച്ചും കൊടുക്കണം കേട്ടോ. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നോളൂ. അപ്പം നിങ്ങൾ ഈ സമയത്ത് മധുരം നോക്കിയിട്ട് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1 ടീസ്പൂണോളം വരുന്ന ഏലക്കയുടെ പൊടിയാണ് ചേർത്തത്. പിന്നെ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ആയ റവ ചേർക്കാം. അപ്പോൾ ഏലക്കയുടെ പൊടി കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്കത് ഒരു 3 ഏലക്കയോളം കുത്തി ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മളിവിടെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങ, വറുത്തല്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ള തേങ്ങയും കാഷ്യൂനട്ടും കൂടി അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്. ഇപ്പോൾ നേന്ത്രപ്പഴമൊക്കെ ഇപ്പം നല്ല ചൂടാണല്ലേ. നല്ല ഈ ചൂടത്ത് വാങ്ങിക്കൊണ്ട് വയ്ക്കുമ്പോൾ അന്നോ പിറ്റേന്നോ ഒക്കെ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ തോലൊക്കെ അങ്ങ് കറുത്ത് പോയിക്കോളും. അപ്പോൾ ആ സമയത്ത് നമുക്ക് നേന്ത്രപ്പഴം കറുത്ത തോലൊന്നും കണ്ടാൽ നമ്മുടെ കുട്ടികളാരും കഴിക്കില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ സ്നാക്ക് റെഡിയാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കായിരിക്കും. ഇത് കറുത്ത തോലുകൊണ്ട് ഉണ്ടാക്കിയ പഴമാണെന്നൊന്നും പറയില്ല, അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിങ്ങനെ തേങ്ങയൊക്കെ ചേർത്തതിന് ശേഷം ഒരുപാട് നേരമായിട്ട് കുക്കാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ചൂടാറാൻ വേണ്ടി ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ട് ചൂടാറ്റി എടുക്കാം. അപ്പോൾ ഇത് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഇതൊന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാടിട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പാലൊക്കെ ഒഴിച്ച് അടുപ്പിൽ വെച്ച് മിക്സ് ആക്കിയ സമയത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ പഴമൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. പാലൊക്കെ നന്നായി വറ്റിച്ചും എടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഏതാണോ ആ ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയ ഷേപ്പ് ഏതാണോ അത് ആ ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. ഞാനിങ്ങനെ ഒരു ഓവൽ ഷേപ്പിലാണിത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. ഇപ്പം നല്ല ഷേപ്പ് ചെയ്തെടുക്കുന്ന കട്ടറൊക്കെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ കുട്ടികൾക്ക് ഒരു പ്രത്യേക ഷേപ്പൊക്കെ കാണുമ്പോൾ അല്ലേ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവനും റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ ചെയ്യാനുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് ചില ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് വിട്ടുപോകും. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് ഒരു 2 കോഴിമുട്ടയൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പോ പഞ്ചസാരയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി ഇതുപോലെ എടുത്തിട്ടുള്ളത് കനം കുറഞ്ഞ ചെറിയ സേമിയയില്ലേ അതും ഒന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് ക്രഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്നാക്ക് ഓരോന്നും മുട്ടയിലൊന്ന് മുക്കി കൊടുക്കുക. പിന്നെ ഈ സേമിയയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇത്രേ ഉള്ളൂ. ഇനി ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു സേമിയ കയ്യിലില്ലെങ്കിൽ ബ്രെഡ് ക്രംസ് എടുക്കാം. പക്ഷേ സേമിയാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കൊടുക്കുക. നന്നായിട്ട് മൊരിഞ്ഞൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പാത്രം കാലിയാകുന്ന വഴി അറിയില്ല. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു വെറൈറ്റി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ അല്പം താത്തി വയ്ക്കുക. എണ്ണയുടെ നല്ല ചൂട് കൂടുകയാണെങ്കിൽ ലോ ഫ്ലെയിമിലും വെക്കുക. അങ്ങനെ വെച്ചിട്ട് ഇത് നിങ്ങൾ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ, മാഷാ അല്ലാ. അപ്പോൾ അതേപോലെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല ചൂടാണ് കേട്ടോ. ഞാനിത് ഫ്രൈ ചെയ്ത ഉടനെ തന്നെയാണ്, ഫസ്റ്റ് ബാച്ച് ഫ്രൈ ചെയ്ത ഉടനെ തന്നെയാണ് ഞാനിത് കാണിച്ചു തരുന്നത്. കണ്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല അടിപൊളി മണമാണ്. ഇതിങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ, എണ്ണയിൽ കിടന്ന് മുരിഞ്ഞ് വരുമ്പോൾ നല്ല അടിപൊളി മണമാണ്. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.